ആ റൂമിൽ അങ്ങനെ എന്തെങ്കിലും ഉടായിട്ടുണ്ടെങ്കിൽ അത് ഞാനിന്ന് പിടിച്ചിരിക്കും. ഇവന് ഞാൻ ഇവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും. നിങ്ങളാര് റോക്കി ബായി? എടീ രൂപ 25,000 പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഉണ്ടയില്ലാത്ത തോക്കും കൊണ്ടാണോ ഇച്ചിരി ഇല്ലാത്ത പിള്ളേരെ പേടിപ്പിക്കാൻ പോകുന്നത്? ഒരു ചൂറിലെടുത്ത് വീശിയ പേടിച്ച് മൂത്രം ഒഴിക്കൂല അവരെല്ലാം. എടീ ഉണ്ടയില്ലെന്ന് നിനക്ക് മാത്രമല്ലേ അറിയുള്ളൂ, നീ ആയിട്ട് അങ്ങ് എഴുന്നള്ളിക്കാൻ പോണ്ട കേട്ടോ. എന്തായാലും നമ്മുടെ രണ്ട് മക്കളും കൂടെ എന്തോ കള്ളത്തിൽ ഒപ്പിച്ചോണ്ടിരിക്കുക. നമുക്ക് നോക്കാം ഏതറ്റം വരെ പോകും. അതെ, സംഭവം എന്താന്ന് മനസ്സിലായ? ക്യൂബ്. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇവിടെ ആണെങ്കിൽ നമ്മുടെ തന്തപ്പടി എപ്പോഴും പത്രം വായിച്ചുകൊണ്ടിരിപ്പുണ്ടാവും, കണ്ടവനെയും തെറി പറഞ്ഞുകൊണ്ട്. എന്ത് ചെയ്യും? അച്ഛൻ്റെ കാര്യം ഞാൻ ഏറ്റു, പക്ഷെ അമ്മയുടെ കാര്യമാണ് പ്രശ്നം. അമ്മയുടെ കാര്യത്തിൽ കുഴപ്പമില്ല. അമ്മോട് എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആ വഴി അങ്ങോട്ട് പൊക്കോളും, കുഴപ്പമില്ല. അതെ അതെ, ഇതൊക്കെ ഭയങ്കര റിസ്ക് ആണ്. ഞാൻ ഒരു ഐഡിയ പറയാം. ആദ്യം നീ മാറി, എന്നിട്ട് നീ ഐഡിയ പറ. ശ്രദ്ധിച്ചേട്ടോ. ഓക്കെ. അതായത് ഞാൻ നല്ല ടൈം എടുത്ത് ആലോചിച്ചൊരു പരിപാടിയാണ്. നീ പറ. എനിക്കൊരു തുണി വേണം, ഒരു തോർത്തായാലും മതി. അത് ഞാൻ തോർത്തെടുത്തിട്ടെ ഇന്ന് നിവർത്തണം. എന്നിട്ട് ഞാൻ തലയിൽ കൂടെ ഇങ്ങനെ ഇടാം. എന്നിട്ട് നൈസായിട്ട് ആ ഹോളിക്കൂടെ അങ്ങനെ നടന്നോളൂ. അപ്പം ആരും എന്നെ കാണുകയില്ല, ഞാനും ആരെയും കാണാൻ പോകില്ല. എങ്ങനെയുണ്ട്? അതെ, എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻ ബ്രേക്ക് ചെയ്യരുത്. നിങ്ങൾ തന്നെ എന്തായാലും കല്യാണം കഴിക്കണം. വെറുതെ എന്തിനാ വേറെ രണ്ടുപേരും ജീവിതം കളയണേ? നിങ്ങളാകുമ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടത്തരൊക്കെ പറഞ്ഞ് ലൈഫ് അങ്ങനെ പൊക്കോളൂ. എടാ മരപ്പൊട്ട, നിന്നോടല്ലേ ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പരൻ്റെ അവിടെ ഉണ്ടാവുന്നത്. നീ എങ്ങനെ തലയിൽ കൂടെ മുണ്ടിട്ട് പോകണണ്ടായുള്ള ആൾ നിന്നെ ആദ്യം വെടിവെച്ചിട്ട്. ഞാൻ എന്ത് ചെയ്യും ഇതൊക്കെ കൂടെ? ആരെ വിളിക്കണേ? ഇവളെ കൊണ്ട് ഞാൻ പൈസ ഞാൻ തീർന്ന അവൾ എന്റെ വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യടി. ഞാൻ വൈറലാവും. പൈസ കൊടുക്കാൻ നീ സമ്മതിക്കേണ്ട തെണ്ടി. ഇറക്കി കൊടുക്കുക. ഇത് ആരാണ് ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല? ഞാൻ നോക്കാൻ. നീ ഇത് എങ്ങോട്ട് പോണ്? ഇവനെ എവിടെയും കൊണ്ട് വിളിപ്പിച്ച പോ. മക്കളെ, എനിക്ക് രണ്ടുപേരോടും ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാനുണ്ട്. എന്താ പറ്റി മക്കളെ ഒരു കള്ളത്തരം? ചോദിക്കേ. എടാ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യം പോലെ പറയണം. എന്താ? അതുപോലെ വല്ല കള്ളത്തരം പറയാനാണ് ഉദ്ദേശമെങ്കിൽ ചോദിക്കും മനുഷ്യ. അച്ഛനോട് ഞാൻ എപ്പോഴാ നോണ പറഞ്ഞിട്ടുള്ളത്? ആര്? നീയാ? എടാ, പണ്ട് സ്കൂളിൽ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞപ്പോ താഴത്തെ വാച്ച്മാനെ കൂട്ടിക്കൊണ്ട് പോകാനോടാ നീ. നിങ്ങളിങ്ങനെ പഴയ കഥയൊന്നും പറഞ്ഞുകൊണ്ട് സമയം കളയല്ലേ, കാര്യത്തോട് കാര്യം ചോദിക്കേ. 2023 ജൂലൈ 25 രാവിലെ 9-നും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നീ എവിടെയായിരുന്നു? ഞാൻ പാറപ്പള്ളി ധ്യാനത്തിന് പോയി. ധ്യാനം? ഇത്ര പഴയ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ എങ്ങനെ പറയാനാ? അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാര്യം വളച്ചു ചുറ്റി ഊരാക്കുടുക്കായിട്ട് പറയുന്നതാണ് നിങ്ങളുടെ സ്വഭാവം. നീ പൊന്നുമോനാണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ 8-10 എന്ന് പറയാനേ അറിയത്തുള്ളൂ. മോനെ, ആ സമയത്ത് നീ രാവിലെ 9-10 ഇടയിൽ നീ എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എടാ, ആ സമയത്ത് നീ ഏത് മുറിയിലായിരുന്നു എന്നാ ചോദിച്ചത്? എന്റെ അച്ഛൻ എന്താ ബിഗ് ബോസ് ഹൗസ് ആണോ? ആരൊക്കെ ഏതൊക്കെ റൂമിലെന്ന് എപ്പോഴും ഓർത്തിരിക്കൂ. അത് ശരിയാണല്ലോ സിന്ധു, അങ്ങനെ ആരും ഓർത്തു? ഒന്നും പോയ മനുഷ്യ. എടി പെണ്ണെ, രൂപ 1-2 അല്ലേ, 25,000 അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയത്. അയ്യോ, നമ്മളറിഞ്ഞില്ലല്ലോ. അയ്യോ ചേട്ടാ, കഷ്ടായി പോയല്ലേ. കഷ്ടായി പോയി. നമ്മളിനി എന്ത് ചെയ്യും? പ്ലാൻ ബി. മോനെ ജോബി, സംഭവം ഞാൻ നിന്നോട് കുറച്ച് ആർഷായിട്ടൊക്കെ തന്നെയാണ് പെരുമാറാറുള്ളത്. നിനക്കൊരു സംശയം ഉണ്ടാവും, നിന്നേക്കാളും കൂടുതൽ എനിക്ക് അവളെ ഇഷ്ടം. മോഡൽ തെറ്റിദ്ധാരണ.
ആദ്യത്തെ കൊച്ചു ആങ്കൊച്ചാന്ന് അറിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് ഒരു പ്രാർത്ഥനയുള്ളായിരുന്നു, അടുത്തതൊരു പെങ്കൊച്ചാവണേ പെങ്കൊച്ചാവണേ. അത്ര ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കിട്ടിയതാണ് മോളെ ഞങ്ങൾക്ക്. സംഭവം ഞാൻ വട്ടിപ്പലിശക്കാരനും കണ്ണിച്ചോരയില്ലാത്തവനൊക്കെയാണ് നാട്ടുകാർക്ക്. ചിലപ്പോൾ അതൊക്കെ ശരിയായിരിക്കും. നിനക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. മോക്കിപ്പോൾ വയസ്സ് എത്ര? 20. അടുത്ത കൊല്ലം മോളെ കെട്ടിച്ചു വിടണ്ടേ? കുറഞ്ഞത് ഒരു 150 പവൻ്റെ സ്വർണ്ണമെങ്കിലും ഞങ്ങൾ തരും. പിന്നെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ്. എടാ, ഞാൻ ഈ അധ്വാനിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ തന്നെയല്ലേ എൻ്റെ ലോകം. എൻ്റെ അച്ഛൻ ഈ കഷ്ടപ്പെട്ട് വട്ടിപ്പലിശയൊക്കെ വാങ്ങുന്ന ആർക്ക് വേണ്ടിയാണ്? എല്ലാം മോക്ക് വേണ്ടിയാണ്. നിനക്ക് അറിയില്ലടാ, നിങ്ങളറിയാതെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം. നീ ഞങ്ങളെ വിട്ടൊരു കള്ളത്തരം ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇനി അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അമ്മയോട് പറ, നമുക്കതിന് വഴി നോക്കാം. അച്ഛാ, എനിക്കൊരു കാര്യം പറയണ്ട അച്ഛാ. എനിക്ക് അച്ഛൻ രാവിലെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. കൂടി എന്താ പരിപാടി? എനിക്കറിയാൻ എനിക്കറിയില്ല. ബാത്റൂം കിട്ടി എന്താ തവളക്കുഞ്ഞോ? സത്യം പറ, നീ എവിടെ 25,000 കൊണ്ടുപോയത്? നീ എവിടാ? ഞാനല്ല ചെറുക്കന്റെ കഴുത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. സത്യം പറ, ആടെ വേൻ? അവളുടെ മുറിയിലല്ല, അവളോട് ചോദിക്കും. എനിക്കറിയാൻ പാടില്ല ആരാത്. ആരടി അവള്? സ്ഥിരം പരിപാടി കാണിച്ചി പട്ടി. അമ്മ എന്നെ രക്ഷിക്കാം. അമ്മ നിങ്ങൾ ആദ്യം എന്റെ ചെക്കന്റെ കഴുത്തിൽ നിന്ന് കൈ വിട്ടിട്ട് അവനോട് ചോദിക്കാം അവൻ ആരാന്ന്. എന്താ എന്റെ പേര്? ഞാനാ ഞാൻ ജോർഡൻ. എന്ത് ജോർഡൻ? എവിടെ നിന്റെ വീട്? ഇവിടെ ജനതാ റോഡ്. ജനത. അച്ഛന്റെ പേരോ? ജനാർദ്ദൻ. ജനാർദ്ദൻ. ആ. അമ്മയുടെ പേരോ? അമ്മയുടെ പേര് ജലജ. ജലജ. ജലജയുടെ മോനാണോ? എടി, ജലജ എന്റെ കുഞ്ഞമ്മയുടെ മോള്. നിനക്ക് എന്തൊക്കെ അറിയണം? നീ ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വീട്ടിൽ കിടത്ത്. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 21. സെറ്റ്. ജലജയുടെ മോൻ. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും റൂമിലോട്ട് പോവാം കേട്ടോ. പോകണം ഇങ്ങോട്ട്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ വെറുതെ വിടാനായിട്ട് ഒരു വഴിയില്ലല്ലോ. എന്ത് ചോദിച്ചേട്ടാ? എടാ, അതെ, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എങ്ങനെയാ മൂപ്പര് നിന്നെ വെറുതെ വിട്ടേന്ന്? അങ്ങനെ ആരും വെറുതെ വിടുന്ന ആളല്ല ആള്. എൻ്റെ പൊന്നു ചോദിച്ചേട്ടാ, എനിക്കറിയാൻ പാടില്ല പുള്ളി എന്താ പറഞ്ഞതെന്ന്. പുള്ളി പറയണേ എല്ലാ ആഴ്ചയും കാശ് തന്നെയല്ലേ, എന്തിനാണ് ആളെ വിട്ടേന്ന്. അടുത്ത ആഴ്ച വന്ന് കണ്ടോളാം ജലജനോട് പറയാം. ജലജ? ഏതീ ജലജ? എനിക്കറിയാൻ പാടില്ല. ആരാണ് ഈ ജലജ? ജലജ ആരാന്ന് എനിക്കറിയാൻ പാടില്ല. നിനക്കല്ലേ അറിയാം. ഞാനപ്പോ വെറുതെ തോന്നിയൊരു പേര് പറഞ്ഞല്ലേ. കൊള്ളാന്നാ ആകെ സീനാണ്. എന്ത് സീനാ? എടി, നമ്മള് വിചാരിച്ച പോലെ ഒന്നല്ല നമ്മുടെ അച്ഛൻ. ചേട്ടൊന്നും മിണ്ടാണ്ടിരുന്നേ. അച്ഛനെ കുറിച്ചിട്ട് അങ്ങനെയൊന്നും പറയല്ലേ. ഓ, ദേടിയാ പിശാശി വിളിക്കുന്നുണ്ട്. നീ അപ്ലോഡ് ചെയ്യടി. 25 അല്ല, ഒരു 5ന്റെ പൈസ ഞാൻ തരില്ല. 10 അല്ല, 10ന്റെ പൈസ ഞാൻ നിനക്ക് തരില്ല. നീ വെച്ചിട്ട് പോകും. പിന്നെ 1000 നീ എവിടെയെങ്കിലും കൊണ്ട് അപ്ലോഡ് ചെയ്ത് പൊടി. അവളുടെ ഒരു ട്രൂ ലവ് ഇനി മേലെ എന്റെ ഫോണിലേക്ക് എങ്ങനെ വിളിച്ചാൽ നിന്റെ തലമണ്ട അടിച്ച് പൊളിക്കും. വെക്കടി ഫോൺ. ആ പിശാശ് വിളിച്ച് വെച്ച് സമാധാനമായി, രക്ഷപ്പെട്ടു. ഇനി അതിന് പൈസ കൊടുക്കണ്ട. 25,000 ഉണ്ടല്ലോ. 25,000 ഉണ്ട്. അത് ചിലപ്പോ അച്ഛനെ തന്നെ തിരിച്ചു കൊടുക്കും. അതെന്ത് പരിപാടിയാണ്? നീ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടണ്ട. നീ പറ. 25,000 രൂപ കൊടുത്തോ. കൊടുക്ക ചേട്ടാ, പാവച്ചനെ. ഫ്ലാറ്റിന് എന്താ വില? ഈ ഫ്ലാറ്റിന് അത്യാവശ്യം വില ഉണ്ട്. നമുക്ക് ഇതുപോലെ ഒരു ഫ്ലാറ്റ് എടുത്ത് വേണം അച്ഛന് വാങ്ങിച്ചു തരും ചിലപ്പോ ഒരു ഫ്ലാറ്റ്. എല്ലാം എന്റെ ഭാഗ്യം.